പടന്ന എടച്ചാക്കയിൽ പുനർനിർമ്മിച്ച റിഫായി ജുമാ മസ്ജിദ് ഉദ്ഘാടനം 25-ന് വൈകുന്നേരം സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 6 ദിവസം നീളുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കും. കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് ഡ്രീം ഫ്ലവർ IVF സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് IVF ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ ഡ്രീം ഫ്ലവർ IVF സെന്ററിൽ. മെഡിക്കൽ ക്യാമ്പ്, വനിതാ സംഗമം, മുതിർന്ന വനിതകളെ ആദരിക്കൽ, സൗഹൃദ സംഗമം, യുവജന സുവനീർ പ്രകാശനം, പ്രവാസി സംഗമം, മതപ്രഭാഷണം തുടങ്ങിയ പരിപാടികളായിരിക്കും റിഫായി ജുമാ മസ്ജിദ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടക്കുക. 25-ന് വൈകുന്നേരം 6:30 നടക്കുന്ന സമാപന സമ്മേളനവും കൂട്ടുപ്രാർത്ഥനയും പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനം വിളംബരപ്പെടുത്തി 20-ന് വൈകുന്നേരം 4-ന് അഴീക്കൽ ജുമാ മസ്ജിദ് പരിസരം മുതൽ എടച്ചാക്കൈ ജംഗ്ഷൻ വരെ വിളംബര ജാഥ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജനുവരി 20-ന് ശനിയാഴ്ച വൈകുന്നേരം വിളംബര ജാഥയോട് കൂടിയാണ് പദ്ധതി തുടക്കം കുറിക്കുന്നത്. ആ വിളംബര ജാഥ എന്ന് പറയുന്നത് എടച്ചാക്കി അഴീക്കൽ ജുമാ മസ്ജിദ് പരിസരത്ത് നിന്ന് തുടങ്ങി ബാങ്ക് പരിസരം വരെയുള്ള ജാഥയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 21-ാം തീയതി മെഡിക്കൽ ക്യാമ്പ്. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ T. അബ്ദുൾ റഹ്മാൻ ഹാജി, വൈസ് ചെയർമാൻമാരായ VK ഹനീഫ ഹാജി, P. ഷംസുദ്ദീൻ ഹാജി, വാഴപ്പള്ളി മുഹമ്മദ് കുഞ്ഞി, ജനറൽ കൺവീനർ K. മുഹമ്മദ് കുഞ്ഞി, MC അബ്ദുള്ള ഹാജി, P. ജമാൽ ഹാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.